ഹായ്, വെൽക്കം ടു RC1. നമ്മളിത് ലക്ഷദ്വീപിലെ കടലിന്റെ നടുക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നത്തെ ഇൻട്രോ എന്താണ് ഇവിടെ വെച്ചെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫിഷിംഗ് ട്രിപ്പിന് വന്നതാണ്. ഞാനും സെബിച്ചനും നന്ദുവും അതുപോലെ തന്നെ ചാക്കോയും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഫിഷിംഗ് ട്രിപ്പിന് വരുമ്പോഴത്തേക്കും നമ്മൾ ഫിഷിങ്ങിലുള്ള സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ വില്ലീസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണല്ലോ ഈ ബോട്ട് നേരെ അഗതിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അഗതി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വില്ലീസിനെ അൺബോക്സ് ചെയ്ത് നമ്മൾ അവിടുത്തെ ബീച്ചിൽ കൂടെ മാക്സിമം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ കൂടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യും. അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ വണ്ടി കണ്ടു കഴിയുമ്പോൾ. അതുപോലെ നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു ടെറൈനാണ് കേട്ടോ. ഒരു ബീച്ചിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പൊ എന്താണ് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ എടുത്ത് പുറത്തേക്ക് വെക്കുവാണ്. അത്യാവശ്യം നല്ല റഫ് ലുക്കിലാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ ഓഫ് റോഡ് പോയിട്ട് നമ്മൾ വീലൊന്നും അങ്ങനെ കഴിയിട്ടില്ല. ബാക്കി ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. പക്ഷെ വീലയിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ. അപ്പൊ ഇനി സ്റ്റിയറിംഗും കൂടെ ഫിറ്റ് ചെയ്യണം. നമ്മുടെ വിൻഷീൽഡും കൂടെ അങ്ങ് പൊക്കി വെക്കുവാണേ. ഓക്കെ, നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റിമോട്ട് ഓൾറെഡി ഓൺ ആയിരുന്നു. ഓക്കെ, വണ്ടി വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വില്ലീസുമായിട്ട് നമുക്കിനി ലക്ഷദ്വീപിലെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാമേ. ഇവിടെ നമ്മൾ വണ്ടി എടുക്കുന്നില്ല കേട്ടോ, ഓടിച്ച് തന്നെയാണ് പോകുന്നത്. ശരിക്കും ഇത് ഒറ്റക്കൈയും കൊണ്ട് ഹാൻഡിൽ ചെയ്യൽ ഇച്ചിരി പാടാണ്. ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല. പക്ഷെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള വഴി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്കത് പോയി നോക്കാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യണം. ചെറിയ റോഡാണ് കേട്ടോ, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടികളുണ്ട്. ഓക്കെ, സേഫ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ക്രോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ ഇതിൽ വണ്ടി ഓടിക്കാൻ. കാരണം നമ്മുടെ വണ്ടിയുടെ കളറും ഇവിടുത്തെ മണ്ണിന്റെ ഒരു കളറും ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. വഴി തെറ്റിപ്പോയി കേട്ടോ. നമുക്ക് ഇതിലെ എല്ലാ ബീച്ചിലോട്ട് പോകേണ്ടത്. വണ്ടിയൊക്കെ വരുമ്പോൾ അബദ്ധത്തിൽ ത്രോട്ടിലെങ്ങാനും കൂടി പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വില്ലീസ് തവിട് പൊടി. കാരണം ഇവിടുത്തെ വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വീതിയുള്ള ഈ വഴി കൂടെ തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്. അവർ മാക്സിമം താഴോട്ട് ഇറക്കത്തില്ല. ഭയങ്കര അടിപൊളി ഡ്രൈവിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ. നമുക്ക് ഇച്ചിരി സ്പീഡിലങ്ങ് പോയേക്കാം. ശരിക്കും പറയാം നമ്മൾ ടയർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ വണ്ടിക്ക് അത്രയും ഈസി ആയിട്ട് വണ്ടിക്ക് അവിടെ ക്രോൾ ചെയ്യാൻ പറ്റിയേ. നമ്മുടെ സ്റ്റോക്ക് ടയറിൽ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മൾ ഓൾമോസ്റ്റ് ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തുമ്പോൾ ഞാൻ ഇവിടുത്തെ ബീച്ചിന്റെ ആ ഒരു ബ്യൂട്ടിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അതെ, നമ്മൾ കുറച്ച് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. വണ്ടി എങ്ങനെയുണ്ട്? ഞാൻ ബീച്ചിൽ നിന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. അപ്പൊ വീണ്ടും നമ്മൾ ബീച്ചിലേക്ക്. നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ. ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തതിന്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണത്തില്ല. അയ്യോ, സംസാരിക്കുന്ന സമയത്ത് വണ്ടി ഒരു തേങ്ങ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അയ്യോ, സ്റ്റക്കായി. പക്ഷെ അവിടെ നമ്മൾ എടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഓടിക്കുന്ന ഒരു രസമാണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒന്നും ഒറ്റയ്ക്ക് കിട്ടത്തില്ല. കാരണം ഇത് ഒറ്റ കൈ കൊണ്ട് വേണം നമ്മളിത് രണ്ടും കൺട്രോൾ ചെയ്യാൻ. പിള്ളേര് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ബീച്ചിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാകാം കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്നതെല്ലാം തന്നെ തടിയും അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇവിടുന്ന് നമുക്ക് വെള്ളത്തിന്റെ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ.
നമുക്ക് എന്തായാലും കുറച്ചുകൂടെ അടുത്തോട്ട് പോയി നോക്കാം. വെള്ളത്തിൽ ഇറങ്ങിയ റിസ്ക് ആണ് കേട്ടോ, കാരണം ഇത് വാട്ടർ പ്രൂഫ് ആണ്. പക്ഷേ ഉപ്പുവെള്ളം സത്യം പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചർ ആണ്. നമ്മുടെ മെറ്റൽ പാർട്സിനും അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്സിനും നല്ല പണിയാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഓടിക്കുന്നതും സത്യം പറഞ്ഞാൽ ഡേഞ്ചർ ആണ്. നമ്മുടെ ബോണറ്റ് തുറന്നു പോയിട്ടുണ്ട്. ബോണറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോക്കാണ് കേട്ടോ. എനിക്ക് നമ്മൾ ബോഡി ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ടാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിൻ്റെ അവിടെ ഒരു കടൽപ്പാലം ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ കുറച്ചുകൂടെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്തോട്ട് പോവാം. അടിപൊളിയാണ് കേട്ടോ ഇതിലെ വണ്ടി ഓടിക്കാൻ. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അങ്ങ് ദൂരെ ഒരു പയ്യൻ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് അവൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് അവനെ കാണിച്ചിട്ട് വരാം. വണ്ടി കുഞ്ഞു പയ്യനാണ് കേട്ടോ. അവർക്കൊക്കെ ഉറപ്പായിട്ട് ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടമായിരിക്കും. ആളവിടെ നിന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലെ ആദ്യത്തെ വണ്ടി ആയിരിക്കും കേട്ടോ ഈ ടൈപ്പ്. വേറെ വണ്ടി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടി ഭയങ്കര ഇഷ്ടമാണോ? അത് അവിടെ നിന്ന് അങ്ങ് ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ നോക്കുന്നുണ്ടോ? അല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാ. ഇവനോട് നോക്കി ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ പോയേക്കോണേ. ശരിക്കും പറഞ്ഞാൽ വണ്ടിയോടുള്ള ഇഷ്ടം നമുക്ക് എപ്പോഴാണ് തുടങ്ങിയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയത്തില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു RC കാറൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. നമ്മൾ പണ്ട് മാക്സിമം നമ്മൾ ആഗ്രഹിച്ചേക്കുന്നത് നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ വരുന്ന 100 രൂപയുടെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഓരോ സ്വിച്ചുള്ള കുഞ്ഞു കാർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വയർലെസ് റിമോട്ടൊന്നും അല്ല, വയറുള്ളതൊക്കെയാണ്. അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഡ്രീം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ പറ്റുമെന്നോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ അന്നേ നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ ഇഷ്ടങ്ങളാണ് കേട്ടോ ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. എനിക്കൊന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും, കാരണം ഇങ്ങനെ ടോയ് മേടിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണൊക്കെ. അത് ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും, നമുക്ക് അതിനെ ഒരു രീതിയിൽ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങ് ദൂരെ കുറെ കുഞ്ഞാപ്പികൾ നമ്മുടെ വണ്ടി സ്പോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്തോട്ട് പോയി നോക്കാം. വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. കാരണം പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഒരു വണ്ടി അവർക്ക് ഒരേ സമയം തന്നെ ഭയങ്കര ഒരു ആഗ്രഹവും അതേസമയം ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ ഈ ആൺകുട്ടൻ്റെ ഒക്കെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടുത്തൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒച്ചയും ഇതെങ്ങനെ അനങ്ങുന്നതെന്നൊക്കെ കാണുമ്പോൾ അവർക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. അത് ഇവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവർ ഇച്ചിരി വലിയ പിള്ളേരാണ്, അത് അത്രയും ടെൻഷൻ കാണത്തില്ല. വണ്ടി ഇഷ്ടപ്പെട്ടോ? നല്ല വണ്ടിയാണോ? ഈ വണ്ടിയുടെ പേരറിയാവോ? വണ്ടിയുടെ പേരറിയാവോ? നിങ്ങൾ ആർക്കും ഏറ്റവും കൂടുതൽ വണ്ടി ഇഷ്ടമുള്ളേ? ആർക്കും ഇഷ്ടമല്ല? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും കുറച്ച് ഹോട്ട് വീൽസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം, അവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാമേ. നിങ്ങൾ ആർക്കാ വണ്ടി ഏറ്റവും ഇഷ്ടമുള്ളേ? വണ്ടി വേണോ? ഇഷ്ടമാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒറ്റ ബോക്സിൽ വരുന്ന സാധനമാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കളറൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കാ വണ്ടി വേണ്ടേ? വണ്ടി വേണോ? വാ, പേരെന്നാ? അത് മതി. ഓ, അതാണോ ഇഷ്ടപ്പെട്ടെ? സൂപ്പർ വണ്ടിയാണോ? പിന്നെ നമ്മുടെ 3 വണ്ടിയുണ്ട്. ഇവര് കറക്റ്റ് 3 പേര് ബാക്കിയാണ് കേട്ടോ. കുട്ടനെ ഏത് വണ്ടിയാണ് വേണ്ടേ? ഇഷ്ടമുള്ള എടുത്തോ. ഒന്ന് കാണിച്ച വണ്ടി. ഓ, റെഡ് അടിപൊളി കളറാണ് കേട്ടോ. കുട്ടനെ വണ്ടി കാണിച്ചടാ. ഓ, ഇത് ട്രെയിനാണോ? ട്രെയിൻ പോലത്തെ ഒരു വണ്ടിയാണ്. ഇനി ഇവിടെ 2 പേര് നാണം കുണിങ്ങിരിപ്പുണ്ട്. അവർക്ക് 2 പേർക്കും കൊടുക്കാം. ഏത് വണ്ടിയാണ് വേണ്ടേ? എടുത്തോ. അതെ, ഏത് വണ്ടിയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഓ, സൂപ്പർ കാറാണല്ലോ. ഈ വണ്ടി സെലക്ട് ചെയ്തോ കേട്ടോ. അടിപൊളി. മോളുവിന്റെ പേരെന്നാ? അൻസബ. ഓക്കെ, ഇത് എടുത്തു. ലാസ്റ്റ് ഒരു വണ്ടി ഉള്ളു, അതുകൊണ്ട് നമ്മൾ ഈ കവർ ഉൾപ്പെടെ ആൾക്ക് കൊടുക്കും. ഇത് മൊത്തം എടുത്തു. ഇതും പിടിച്ചോ. ഇതിനകത്ത് വണ്ടി വെക്കാം. വണ്ടി സൂക്ഷിച്ചു നോക്കാം. ഇതാ വേണ്ട, കാലി ആയതുകൊണ്ട് ആർക്കും വേണ്ട കേട്ടോ. വണ്ടി ഇഷ്ടമായോ? എല്ലാവർക്കും ഭയങ്കര നാണാണ്. അപ്പൊ നമുക്ക് ലേറ്റ് ആകുന്നതിന് മുമ്പ് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ വില്ലീസിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഇത് ഓടിക്കുന്നുണ്ടോ ആരെങ്കിലും? ഓടിക്കണോ? ഓടിച്ചു നോക്കണോ? അപ്പൊ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആള് ദേവിനാണ് കേട്ടോ. മോന്റെ പേരെന്നാടാ? ഓക്കെ, നമുക്ക് ഇച്ചിരി മുകളിലോട്ട് കയറ്റാം. അല്ലെങ്കിൽ ഞാൻ മാറിപ്പോയി വെള്ളത്തിട്ടു. നമുക്ക് ഇച്ചിരി കയറ്റി നിർത്താം. ബാ, പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അവിടെ തിരിയുന്നുണ്ടോ? വീല് താഴത്തെ ബട്ടൺ കണ്ടോ? ഈ ബട്ടൺ നമ്മൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ വണ്ടി മുമ്പിലോട്ട് പോകും. പതിയെ പ്രസ് ചെയ്താൽ മതി. ഇതുണ്ടോ? അതുപോലെ ഇങ്ങോട്ട് മുമ്പിലേക്ക് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകും. പഠിച്ചോ ഏകദേശം?
ഇങ്ങനെ പിടിച്ചോ, അപ്പൊ നിനക്ക് ഐഡിയ കിട്ടും. ഇടത്തൊക്കെ പിടിക്കും. പതിയെ പ്രസ് ചെയ്യാം, പതിയെ പതിയെ, അങ്ങനെ അത്രയും പ്രസ് ചെയ്യണ്ട. പതിയെ പതിയെ പതിയെ. എടാ നിങ്ങളെ ഇത്തിരി മാറിയെന്നോ, അല്ലെ അവന് ഓടിക്കുമ്പോൾ സ്പീഡ് കൂടിയാലേ കാലേ വന്നിടിക്കും. നിങ്ങൾ വണ്ടിയുടെ പുറകെ നിന്നാൽ മതി കേട്ടോ. അത് നേരെ മാത്രം ഓടിച്ചു, സ്റ്റിയറിംഗ് തിരിക്കണ്ട. പതിയെ. ഇച്ചിരി സ്പീഡ് കുറച്ച് ഓടിച്ച്, ഇച്ചിരി സ്പീഡ് കുറച്ച്. അത് തന്നെ കേട്ടോ. ഇനി പതുക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു, അത് അങ്ങനെ തന്നെ വെച്ചു കണ്ടോ. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകണം, വേണേ ആ മണ്ണിലോട്ട് കയറിക്കും, ആ മണ്ണിന്റെ ഇതിലോട്ട്. ഞാൻ പൊക്കോട്ടെ. അപ്പം അടിപൊളി, ഇതേ സൂപ്പർ ആയിട്ട് ഡ്രൈവ് ചെയ്തോട്ടെ. ഞാൻ പറയാൻ മറന്നുപോയി. അടിപൊളി. ആദ്യമായിട്ടല്ലേ ഓടിക്കുന്നത്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അടിപൊളി ഡ്രൈവറാണ് കേട്ടോ. നമ്മൾ ഒരു ഫ്യൂച്ചർ ഡ്രൈവറെ ഞാൻ അവന് കാണുന്നുണ്ട്. അവിടെ ഭയങ്കര എക്സ്പെരിമെന്റ്സ് നടത്തുന്നു കേട്ടോ എല്ലാവരും കൂടെ. വണ്ടി പാർക്ക് ചെയ്തോ? സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് അവള് കുഞ്ഞാണെങ്കിലും അവൾക്ക് അറിയാം കേട്ടോ, അവള് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ട് തിരിക്കുവാണ്. എടുത്തോ. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്ക് ടു നമ്മുടെ മെയിൻ പ്ലേസ് കേട്ടോ. ടാറ്റാ. അവന് വീണ്ടും ഓടിക്കണം എന്നാണ് പറയുന്നത്. അടിപൊളിയായിട്ടാണ് കേട്ടോ അവൻ ഓടിക്കുന്നത്. പോട്ടെ, ഞാൻ മാറിക്കണം. നോക്കൂ, വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞ ഒരാളിവിടെ വന്നിട്ടുണ്ട്. പേര് പറഞ്ഞേ? അഫ്സൽ. നമുക്ക് അഫ്സലിന് ഒന്ന് കൊടുത്തു നോക്കട്ടെ. അറിയാവോ വണ്ടി ഓടിക്കാൻ? അറിയാവോ? നമ്മൾ അഫ്സലിന് സ്റ്റിയറിംഗ് കൈമാറുന്നു. പിടിച്ചോ. പതിയെ ഞെക്ക്, പതിയെ 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 പതിയെ, വീണ്ടും പതിയെ, വീണ്ടും പതിയെ. പറക്കുവാണ് കേട്ടോ, റേസിംഗുകാരനാണ്. ഓ, 8 പോലെ ആവുന്നല്ലേ? അത് ശരിയാണ് കേട്ടോ. വിട്ടടോ വെള്ളത്തിൽ. ഇതേ നമ്മുടെ അഫ്സൽ ഓടിച്ചിട്ട് ദേ ഇവിടെ ഒരു 8 ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. പിള്ളേരുടെ ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് കേട്ടോ. അവരുടെ ക്യൂരിയോസിറ്റിയും ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. നമ്മളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊക്കെ ആ ഒരു കുട്ടിത്തം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉള്ളതാണ്. ചില ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു അതില്ലെന്നൊക്കെ ഭാവിക്കും. പക്ഷെ ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കുട്ടിത്തങ്ങളാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോടാ വണ്ടി? ഇഷ്ടപ്പെട്ടോ? ഏതാ ഇത്? ഓൺലൈൻ മേടിച്ച, വെബ്സൈറ്റിൽ നിന്ന് മേടിച്ച. എല്ലാവരും വണ്ടി പ്രാന്തന്മാരാണ് കേട്ടോ. എന്നെ നമ്മളെ പോലെ തന്നെ, നമ്മളെ പോലെ അല്ലേ? വണ്ടി പ്രാന്തൻ എന്ന് പറഞ്ഞപ്പോ അവനെ എനിക്കൊന്നും അത്ര പിടിച്ചില്ല. വണ്ടി ഇഷ്ടമുള്ളതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? എല്ലാവരും വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. മേടിക്കാൻ പ്ലാൻ ഉണ്ടോ? അടിപൊളി, വലുതാകുമ്പോൾ മേടിക്കാം. ഇതിലും നല്ല വണ്ടിയൊക്കെ ഉണ്ട്. നമ്മളിത് പറയുന്ന ഇടയ്ക്ക് ഒരുത്തിന്റെ ഇവിടുന്ന് മീൻ പിടിച്ചോണ്ട്, കൈ കൊണ്ട് പിടിച്ചാണോ? അതെങ്ങനെയാണ് കൈ കൊണ്ട് പിടിക്കുന്നത്? അടുത്ത മീനെ പിടിച്ചോണ്ട് വരുന്നു. നമ്മള് വലിയ ചൂണ്ടേ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ടാണ് വിളിക്കുന്നത്. പിള്ളേര് ചുമ്മാ കൈ കൊണ്ട് പിടിച്ചോണ്ട് വരുവാണ് കേട്ടോ. നമുക്ക് ഒരു എക്സ്പേർട്ട് ഡ്രൈവറേയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവനോട് ഞാൻ ഫ്രണ്ടിലോട്ട് മാത്രം പോയാൽ മതി എന്നാ പറയുന്നത്. ഇനി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതേ പിടിച്ച് പതിയെ തിരിച്ച്, പതിയെ തിരികെ, പതിയെ. കണ്ടോ? ഇനി ഫ്രണ്ടിലോട്ട് ഞങ്ങൾക്ക് തിരിച്ചോ. ഓ, സ്പീഡിന്റെ ആളാണ് കേട്ടോ. ഓക്കെ, അടിപൊളി, സൂപ്പർ ഡ്രൈവറാണേ. ഇനിയിപ്പോ നമ്മൾ ഈ ബ്രിഡ്ജിനടിയിൽ കൂടെ കയറി പോകാൻ പോവാണ്. അടിപൊളി രസമുള്ള ഒരു വൈബാണ്. അപ്പൊ ഇനി നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫിഷിംഗ് ട്രിപ്പിന് പോവാണ് കേട്ടോ. 4 ദിവസത്തെ പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അഗത്തി ഐലൻഡിലെ മാക്സിമം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ഈ വില്ലീസ് കൊണ്ട് എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് പകുതി ആയപ്പോഴത്തേക്കിനാണ് കേട്ടോ ഞാൻ നമ്മുടെ കുട്ടി ഡ്രൈവറെ പരിചയപ്പെട്ടത്. മുഹമ്മദ് എന്നാണ് അവന്റെ പേര്. അടിപൊളി ഡ്രൈവറാണ് കേട്ടോ. വലുതാകുമ്പോഴത്തേന് ഇതുപോലത്തെ ഒരു വണ്ടിയൊക്കെ മേടിക്കണം എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ അല്ല, ഇതിലും അടിപൊളി വണ്ടി മേടിക്കണം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.